പൊന്നൂസേ. ഫ്രണ്ട്സ് വിടുന്നിട്ടായിരുന്നു, അതാ ലൈറ്റ് ആയത്. തക്കുടു മനസ്സിലാവൂലേ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷമാണിന്ന്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു ദിവസം. ഇന്ന് ചേട്ടനോട് എന്ത് വേണമെങ്കിലും തക്കുടു ചോദിക്കാം. ഒന്നും മറച്ചു നിൽക്കരുത് കേട്ടാ. എന്താവശ്യമുണ്ടെങ്കിലും ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ എന്നെ ഇനി തക്കുടൂന്ന് വിളിക്കണ്ട. എനിക്ക് ആ പേര് കേട്ട അപ്പൊ ഛർദിക്കാൻ വരും. ഓ അതാണോ കാര്യം? എനിക്ക് ചേട്ടനെ പൊന്നൂസേന്ന് വിളിച്ചോളൂ. മതിയാ തക്കുടൂന്ന് വിളിക്കണ്ട. അത് മതി, അത് മതി. പൊന്നൂസ് ഏട്ടനോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഐ മീൻ ഫസ്റ്റ് ലവ് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഞാൻ ഒരു പാവാണ്. എനിക്ക് ലവ് ചെയ്യണമെന്ന് അറിഞ്ഞുണ്ടായിരുന്നു. ഓ എങ്കിലും ഒരു പേരിനെങ്കിലും. ഇല്ല ഏട്ടാ. മിടുക്കി. എന്നാ പൊന്നൂനോട് ഞാനൊരു കാര്യം പറയും. എനിക്കുണ്ടായിരുന്നു 2 എണ്ണം. ഞാനൊരു കോളേജിലെ താരായിരുന്നു. പക്ഷെ അവർ 2 എന്നെ ഇട്ടിട്ട് പോയി. അതെന്തേട്ടാ, ചേട്ടന് ഗ്ലാമർ കുറവായിട്ടുണ്ടായിരുന്നു? അതൊന്നും അല്ല മോളെ കാരണം. പിന്നെ അവർക്ക് ഈ കൊടവേറ് വേണ്ടത്ര അവർക്ക് ഇഷ്ടല്ല. പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാനും വേണ്ടാന്ന് വെച്ചു. അത് നന്നായി. ഇല്ലെങ്കിൽ ഇത്രയും സുന്ദരനായ ഒരാളെനിക്ക് കിട്ടായിരുന്നു. എന്റെ ഭാഗ്യം എന്റെ സുഖേട്ടൻ. ഏട്ടൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അമ്മ എന്നോട് ആരോട് ഇതൊന്നും പറയൂന്നാ പറഞ്ഞേക്കണേ. പക്ഷെ എന്റെ സുഖേട്ടനോട് എന്ത് രഹസ്യം എനിക്ക് മറച്ചു വെക്കാനുള്ളത്? എനിക്കും മറക്കാനാവാത്ത പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ. പറ മോളെ, ധൈര്യമായിട്ട് പറ. ഒരു തമാശ, ഒരു എൻജോയ്മെന്റ്, അത്രേ ഉള്ളൂ. ഏട്ടനല്ല കൂടെ. പറ. എങ്കിൽ ഞാൻ ആദ്യം മുതൽ പറയാതെ. എത്ര വയസ്സില്? എന്റെ 5ാം ക്ലാസ്സിൽ വെച്ചായിരുന്നു എന്റെ ഫസ്റ്റ് പ്രണയം. അവന്റെ പേര് മനുന്ന. അവൻ എന്നോട് കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്റെ പുറകെടുക്കുന്നേ. അവസാനം ഞാൻ എന്നെ കല്യാണം കഴിച്ചോളാം ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ചില ദിവസങ്ങളാണ് എനിക്ക് കട്ടിമിഠായി, ഗ്യാസ് മിഠായി, ചൗമിഠായി ഇതൊക്കെ മേടിച്ചോട്ട് തരുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം അവൻ എന്നോട് ഒരു സാധനം ചോദിച്ചു. അതാ എന്റെ കൂട്ടുകാരുടെ വാപ്പായെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു സ്കെയിൽ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഗിൽറ്റൊക്കെ ചാടുന്ന ഒരു സ്കെയിൽ. അപ്പൊ ആ സ്കെയിൽ അവൻ എന്നോട് തരാവെന്ന് ചോദിച്ചു. അപ്പൊ വരയ്ക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ അതങ്ങ് കൊടുത്തു. കൊടുക്കാറില്ലേ? അത് വരയ്ക്കാൻ ഞാൻ കൊടുത്തുന്നേ. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് അവൻ തിരിച്ചു തന്നില്ല. എന്റെ ഫേവറേറ്റ് സ്കെയിലായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ അവനെ വേണ്ടാന്നങ്ങ് വെച്ചു. ഓ നന്നായി നന്നായി. ഇനി രണ്ടാമത്തത് എങ്ങനെയാണെന്ന് അറിയാം. രണ്ടാമത്തത് എനിക്ക് 6ാം ക്ലാസ്സിൽ. ഇനി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോണ്ടല്ലോ ഏട്ടാ. ഇനി 8ലായിരുന്നു കേട്ടോ. 8ലും ഇനി 10ലായിരുന്നു ഏട്ടാ. രസം. 10th പഠിച്ചോണ്ടിരുന്നത്. +1ഉം +2 അത് പിന്നെ ലാസ്റ്റ് ഇപ്പൊ റീസെന്റ് ആയിട്ട് പ്രണയിച്ചോണ്ടിരുന്ന ആള്. അവൻ എന്നോട് ചെയ്ത ചതി എന്താന്ന് ഏട്ടന് കേക്കണം. ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചേ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചു. പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ? അവൻ ഓഫർ ചെയ്ത സ്ഥലം ഏതാണെന്നറിയോ? ഊട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ പോകാന്ന് സമ്മതിച്ചു. ആദ്യമായിട്ട് വീട്ടിൽ പറയാതെ പോയതുകൊണ്ട് എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചില്ല ഏട്ടാ. ഞാൻ പകുതി ഒരു ബസ് പിടിച്ചങ്ങ് തിരിച്ചു പോന്നു. അതെന്താ? അവനെ എന്നെ പറ്റിച്ചതായിരുന്നു. ഊട്ടിക്ക് ഉണ്ടാവുന്ന പറഞ്ഞോണ്ടേ പകുതി ഇപ്പൊ റൂട്ട് മാറ്റി മൂന്നാറിനാക്കി. ഞാൻ സമ്മതിക്കുമോ? ഞാൻ ഇല്ലാന്ന് വിചാരിച്ചു. ഞാൻ 3-4 പ്രാവശ്യം പോയിട്ടുണ്ടെന്നേ. ഇനി പിന്നെ 3 മട്ടല്ല എനിക്ക്. ഞാൻ പോയില്ലേട്ടാ. ഞാൻ ഒരു ബസ് പിടിച്ചങ്ങ് തിരിച്ചു പോന്നു. എങ്കിൽ നമുക്ക് കിടന്നാലോ കേട്ടോ. ഭയങ്കര ക്ഷീണം, ഉറക്കം വരുന്നുണ്ട്. കിടക്കാം. ഞാൻ തിയേറ്ററിലായിരുന്നു ഇതുവരെ.
ഓ തലക്കൊക്കെ ഒരു മന്ദത. ആ കിടക്ക് മോളെ, കിടക്ക്. ഞങ്ങൾ കിടക്കട്ടെ കേട്ടാ. ഭയങ്കര ക്ഷീണം. ഈശ്വര, ഈ കല്യാണം വേണ്ടായിരുന്നു.